തന്നെ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ സ്ഥാനം ഉയർത്തുകയുള്ളൂ ഭഗവാൻ. അപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരുടെ ശബ്ദമായിരിക്കും അത്? പിന്നെ പുഴുക്ക്, ചക്കപ്പുഴുക്ക് എന്ന് പറയുക. ശരിക്കും മുതിരൊക്കെയാണ് അതിലുള്ളത്. അതുണ്ടാവും. പിന്നെ ഒരു പപ്പടം ഉണ്ടാവും. പിന്നെ ഒരു ഭക്തരെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായിട്ടും ഭഗവാൻ വരും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവം 7ാം ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവ കാഴ്ചകളും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തിസാന്ദ്രമായ ഒരു കഥയും പിന്നെ പ്രസാദൂട്ട്, അതായത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമുള്ള കഞ്ഞിയും പുഴുക്കും അതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ഉത്സവം തുടങ്ങിയിട്ട് ഇതുവരെ പ്രസാദൂട്ട് അല്ലെങ്കിൽ കഞ്ഞി പുഴുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് വിവരങ്ങളും പിന്നെ കുറച്ച് കഥയും ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉത്സവത്തിന് കഞ്ഞി ഉണ്ടാവും. പിന്നെ പുഴുക്ക്, ചക്കപ്പുഴുക്ക് എന്ന് പറയുക. ശരിക്കും മുതിരൊക്കെയാണ് അതിലുള്ളത്. അതുണ്ടാവും. പിന്നെ ഒരു പപ്പടം ഉണ്ടാവും. പിന്നെ ഒരു തേങ്ങയുടെ ചെറിയൊരു കഷ്ണം. പിന്നെ ഉപ്പുണ്ടാവും, ആവശ്യമുള്ളവർക്ക് ഉപ്പിട്ട് കഴിക്കാം. പിന്നെ ശർക്കര പൊടി ഉണ്ടാവും കുറച്ച്. അപ്പം അങ്ങനെ നല്ല രസമുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് കഴിക്കാനായിട്ട് ലഭിക്കുക. ഒരു വട്ടമെങ്കിലും കഴിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത് നടക്കുന്നത് തെക്കേ നടയിലുള്ള ഒരു ഹാളിലാണ്. എനിക്ക് ആ ഹാളിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർ മാത്രമല്ല കേട്ടോ, പകർച്ച വാങ്ങിച്ച് പോകുന്നവരും ധാരാളമാണ്. അതായത് ഗുരുവായൂർ നിവാസികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രം ജീവനക്കാർക്കും ഒക്കെ ഇവർക്ക് പകർച്ച വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ തുടങ്ങും കേട്ടോ ഇതിങ്ങനെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ, ഒരു 11 മണി സമയത്തൊക്കെ തിരക്ക് കുറച്ച് കുറവായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ആദ്യമൊക്കെ തിരക്ക് നല്ല കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് 11 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും തിരക്ക് വളരെ കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ പറയാം അല്ലേ. അപ്പോൾ ഇന്നലെ പറഞ്ഞ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥ പറയാം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മേൽപ്പത്തൂരിൻ്റെ ഒരു കഥയാണ്. മേൽപ്പത്തൂരിന് ഭഗവാൻ ദർശനം നൽകിയൊരു കഥ. മേൽപ്പത്തൂരിന് എല്ലാവർക്കും അറിയാലോ, നാരായണീയം രചിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാതരോഗം വരികയാണ്. അങ്ങനെയാണ് അദ്ദേഹം നാരായണീയം രചിക്കാനായിട്ട് തുടങ്ങുന്നത്. അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നിട്ടാട്ടോ അദ്ദേഹം നാരായണീയം രചിക്കുന്നത്. നമ്മൾ നാലമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു സൈഡിൽ ഒരു ബോർഡ് വെച്ചതായിട്ട് കാണാം. ഇവിടെ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചതെന്ന്. അദ്ദേഹം കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ അറിവിലാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി അധികം വാതരോഗം വളരെ മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം മറ്റെവിടേക്കോ മാറിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവിൽ. എന്തായാലും അവിടെ ബോർഡ് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും കേട്ടോ. നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു ഇടയിൽ നമുക്ക് 2 സൈഡിൽ തൂണുകളൊക്കെ കാണാമല്ലോ, അതിൻ്റെ അവിടെയായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുതാനൊന്നും അധികം സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ മാതൃദത്തനാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് കണ്ണടച്ച് ധ്യാനിച്ച് ഇങ്ങനെ ഓരോന്ന് പറയും, ഓരോ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലും. അതപ്പം തന്നെ മാതൃദത്തൻ എഴുതിയെടുക്കും കേട്ടോ. അപ്പോൾ ഓരോ അവതാരങ്ങൾ ഇങ്ങനെ എഴുതുകയാണ്. നാരായണീയം വായിച്ചവർക്ക് അറിയാമല്ലേ. അപ്പോൾ അങ്ങനെ എഴുതി അവസാനം അങ്ങനെ ഓരോ കൃത്യമായിട്ട് പറയുന്നുണ്ടോ, മത്സ്യാവതാരം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ പറയുന്നു. ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ശ്ലോകം ചൊല്ലും. അതപ്പം തന്നെ മാതൃദത്തൻ എഴുതിയെടുക്കും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നരസിംഹാവതാരം എത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കുക കേട്ടോ. പഴയ പോലെ മുന്നത്തൊക്കെ പോലെ കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തെളിയണമല്ലോ നരസിംഹാവതാരത്തിൻ്റെ രൂപം. പക്ഷെ അത് തെളിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് ഒരു കുഞ്ഞികൃഷ്ണനാണ്. ഈ നരസിംഹം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള രൂപമാണല്ലോ. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയുന്നില്ല. ആ ഒരു ഓടക്കുഴലും അതൊക്കെ പിടിച്ച് ഓടി നടക്കുന്ന ഒരു കുഞ്ഞികൃഷ്ണനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് പൊന്നിൻ കിങ്ങിണിയിട്ട് പട്ടുകോണൊക്കെ ഉടുത്ത് അതുപോലെ തന്നെ ഓടക്കുഴലും പിടിച്ച് മയിൽപ്പീലി കുത്തി അങ്ങനെ നടക്കുന്ന കുഞ്ഞികൃഷ്ണനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് നേരം ധ്യാനിക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കൂടെ ഇരുന്നിട്ട് എഴുതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണല്ലോ ചേട്ടൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ ഇന്ന് ഉറങ്ങിപ്പോവാട്ടോ. അടുത്തുള്ളൊരു തൂണുമ ചാരി ഉറങ്ങുകയാണ്. ഈ സമയത്തും മേൽപ്പത്തൂര് കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ അത് മനസ്സിലേക്ക് വരുന്നില്ല. അത് ഭഗവാന്റെ ആ കുഞ്ഞികൃഷ്ണൻ്റെ ചിത്രം മാത്രം മനസ്സിൽ. അങ്ങനെ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ഭഗവാനെ വിളിച്ച് വിഷമം പറയുകയാണ്. ഭഗവാൻ എന്താണ് എന്നോട് ഇങ്ങനെ, എനിക്കെന്താ കാണിച്ച് തരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരിക്കുക കേട്ടോ. പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹം കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് അത് അറിയാണ്ട് എന്തെങ്കിലും തോന്നിയതായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. കണ്ണ് തുറന്നിട്ടില്ല അദ്ദേഹം. അങ്ങനെ ആ ശബ്ദം, വളരെ ഘോരമായ ശബ്ദം, പെട്ടെന്ന് മെല്ലെ അദ്ദേഹം ഒന്ന് കണ്ണ് തുറന്നു. അപ്പോൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന തൂണ് പിളരുകയാണ്. എന്നിട്ട് ആ തൂണിൽ നിന്ന് ഒരു നരസിംഹരൂപം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ നരസിംഹരൂപം കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ നരസിംഹരൂപം എങ്ങനെയാണെന്ന്. ആ ഒരു പകുതി മനുഷ്യൻ പകുതി സിംഹം, ആ ഘോരമായ രൂപം തന്നെയാട്ടോ മേൽപ്പത്തൂരിന് കാണിച്ചു കൊടുക്കുന്നത്. ചെമ്പിച്ച മുടി, അത് ആ ഒരു നിറമുള്ള മുടിയാണല്ലോ നരസിംഹത്തിന്, അതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മേൽപ്പത്തൂര് വണങ്ങുന്നുണ്ട് ഭഗവാനെ. എന്നിട്ട് ആ രൂപം മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പ് വേഗം തന്നെ അനിയനെ വിളിക്കുകയാണ്. അനിയനൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അനിയനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, മേൽപ്പത്തൂരിന് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അനിയനൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ശ്ലോകങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് നരസിംഹാവതാരത്തിൻ്റെ ശ്ലോകം അദ്ദേഹം എഴുതിയത്. ഭക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരുപാട് കഥകൾ ഭഗവാനുണ്ട്. ഭഗവാന്റെ കഥകൾ ഇത്ര കേട്ടാലും, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണെങ്കിലും അത് വീണ്ടും കേൾക്കുമ്പോൾ അതൊരു പുതിയ അനുഭൂതിയായി നമുക്ക് ഓരോരുത്തർക്കും തോന്നും. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ തെളിയിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ എത്ര പറഞ്ഞാലും ഭഗവാന്റെ കഥകൾ കേൾക്കാനും എനിക്ക് പറയാനും വളരെ ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും മടുക്കില്ല ഒരിക്കലും. ഞാൻ മറ്റൊരു കഥ കൂടി പറയാം കേട്ടോ. എനിക്ക് അതുകൂടി പറയണമെന്ന് തോന്നുകയാണ്. ഞാനൊരു കഥ പറയാൻ ജസ്റ്റ് ആ വീഡിയോ തുടങ്ങിയത്, പക്ഷേ അടുത്തൊരു കഥ കൂടി പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ മേൽപ്പത്തൂരിൻ്റെ കഥ പറഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു പൂന്താനം നമ്പൂതിരി. മേൽപ്പത്തൂരിന് വളരെയധികം ബുദ്ധി അല്ലെങ്കിൽ വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ആ നാരായണീയം നോക്കുകയാണെങ്കിൽ അതൊക്കെയെന്ന് പറയുന്നത് സംസ്കൃത കാവ്യങ്ങളിൽ വളരെ നല്ല കാവ്യങ്ങളാണ്. അത്രയും പാണ്ഡിത്യമുള്ള ആളായിരുന്നു മേൽപ്പത്തൂര്. പക്ഷേ അതുപോലെ ആയിരുന്നില്ല പൂന്താനം. പൂന്താനത്തിന് അധികം പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ നടത്തി. മേൽപ്പത്തൂരിൻ്റെ ഭക്തി കാവ്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ പൂന്താനത്തിൻ്റെ കാവ്യങ്ങൾ ഭക്തിപരമായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം സാധാരണക്കാരൻ്റെ ഭാഷയിൽ രചിച്ചതുമായിരുന്നു. അപ്പോൾ പൂന്താനത്തിന് ഭഗവാനോട് വളരെ ഭക്തിയാണ്. അപ്പോൾ തൻ്റെ ഭക്തി ഉണ്ടെങ്കിൽ അവിടെ അറിവിനൊന്നും വലിയ സ്ഥാനമില്ല എന്ന് ഭഗവാൻ തെളിയിച്ച ഒരു കഥയാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. ഒരിക്കൽ പൂന്താനം നമ്പൂതിരി ഇരുന്നിട്ട് അമ്പലത്തിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലുകയായിരുന്നു. വിഷ്ണു സഹസ്രനാമം തോന്നുന്നു. അതിൽ പത്മനാഭോ അമരപ്രഭു, അതായത് പത്മനാഭൻ അമരം എന്ന് വെച്ചാൽ ദേവന്മാരുടെ പ്രഭുവാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്ന സത്യത്തിൽ. പക്ഷേ പൂന്താനം നമ്പൂതിരി ആ ഭക്തി ലഹരിയിൽ ഇങ്ങനെ വായിച്ചപ്പോൾ പത്മനാഭോ മരപ്രഭു എന്നായിപ്പോയി. അതായത് അവിടെ സന്ധി വരുന്നുണ്ട്, അമരപ്രഭു എന്ന ആ ഒരു ഇടയിൽ ഒരു സന്ധി വരുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അദ്ദേഹം മരപ്രഭു എന്ന് വായിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ ഈ മരങ്ങൾക്കൊക്കെ ഒരു പ്രഭു ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്, കളിയാക്കി ചോദിക്കുക കേട്ടോ. അപ്പോൾ പൂന്താനം നമ്പൂതിരിക്ക് ആകെ വിഷമായി. കാരണം അങ്ങനെ തെറ്റി വായിച്ചതാണ് എങ്കിൽ കൂടി തൻ്റെ ആ ഒരു ഭക്തി കൊണ്ട് ആ ഒരു ലഹരിയിൽ അറിയാതെ വായിച്ചു പോയതാണ്. പക്ഷെ അതിന് ഇത്രമാത്രം ആക്ഷേപം പൂന്താനം നമ്പൂതിരി അനുഭവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരുടെ ശബ്ദമായിരിക്കും അത്? സാക്ഷാൽ ഭഗവാന്റെ ശബ്ദം കേൾക്കുകയാണ്. ഭഗവാൻ പറയാണ്, ഞാൻ അമരപ്രഭുവാണ്, അതുപോലെ തന്നെ മരപ്രഭുവുമാണ് എന്ന് പറയാണ്. അങ്ങനെയാണ് ഭഗവാൻ മരങ്ങളുടെ പ്രഭുവാണ് എന്നെല്ലാവരും അറിഞ്ഞത്. അവിടെ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ തൻ്റെ ഭക്തനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്ന് മാത്രമല്ല, തൻ്റെ ഭക്തനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായിട്ടും ഭഗവാൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു പൂന്താനം നമ്പൂതിരിയെ പോലെ നമ്മൾ ഭഗവാനോട് ഭക്തി കാണിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളൊക്കെ ഭഗവാൻ പോർക്കും. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ സ്ഥാനം ഉയർത്തുകയുള്ളൂ ഭഗവാൻ. പൂന്താനം നമ്പൂതിരിക്ക് അധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കാൾ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മേൽപ്പത്തൂരിൻ്റെ ഒപ്പമാണ്. അത്രയ്ക്കും നമ്മളെ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ. അപ്പോൾ ഭഗവാൻ തന്നെ ആയിരിക്കും നമ്മളെ ചിലപ്പോൾ ആ പ്രശ്നത്തേക്ക് പെടുത്തുക.
പക്ഷെ ഭഗവാൻ അവിടെ രക്ഷിക്കാനായിട്ട് മറ്റൊരു വഴി കണ്ടിട്ടുണ്ടാവും. വെറും 5 പാണ്ഡവരെ കൊണ്ട് 100 കൗരവരെ തോൽപ്പിച്ച എന്നെയാണോ നിനക്ക് സംശയം? ഭഗവാന്റെ വാക്കുകൾ പോലെ ആട്ടോ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ എല്ലാവർക്കും ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവും, അത്ര വിശ്വസിക്കുക. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ പൂന്താനം നമ്പൂതിരിയും അതുപോലെ തന്നെ മേൽപ്പത്തൂരിനെ കഥ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം ചില ബുക്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താ അങ്ങനെ എന്താ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ഞാൻ ഇത് കറക്റ്റായിട്ട് നോക്കി ഒരു തെറ്റും കൂടാതെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തൃക്കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് സത്യമാണോന്ന് ചിലർക്ക് സംശയം. എനിക്കത് ഉറപ്പാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറാട്ടിൻ്റെ ദിവസം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അത്താണിയുടെ അവിടെ വെച്ചിട്ട് എല്ലാവരും മേളം നിർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് തന്നെ ആ കഥ സത്യമാണ് എന്നതിലും വലിയൊരു തെളിവാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പ്രത്യേകം ഒന്ന് എടുത്ത് പറയണം തോന്നി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സംശയം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിൽ, 10-ാം തീയതി അമ്പലത്തിലേക്ക് ദർശന നിയന്ത്രണം ഉണ്ടാവുമെന്ന്. ദർശന നിയന്ത്രണം ഒന്നുമില്ല കേട്ടോ. കാരണം 9-ാം തീയതി നമ്മുടെ ഉത്സവം അവസാനിക്കുകയാണ്. പിന്നെ 10-ാം തീയതി സാധാരണ പോലെ തന്നെ നമുക്ക് 3 മണിക്ക് അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കമൻറ്റ് വന്നിട്ടുണ്ടായത്, പറ വെക്കാമെന്ന് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെക്കുന്നത് നമുക്ക് ഞാനൊന്ന് പറയുകയാണെങ്കിൽ, നഗരപ്രദക്ഷിണത്തിൻ്റെ ആ സമയത്ത് ഭക്തന്മാർ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുളപ്രദക്ഷിണത്തിൻ്റെ ആ സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരായിട്ട് ചോദിച്ചാൽ എവിടെയൊക്കെ വെക്കണം എന്നൊക്കെ ചോദിച്ചാൽ അവിടുത്തെ ആൾക്കാരായിട്ട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ഭഗവാന്റെ ഈ കഥകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.